എന്തിനായി അപ്പാച്ചിയാക്കിയിട്ട് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹ്ക്കും റസൂലുള്ളാഹിക്കും ഇഷ്ടമില്ലാത്ത ഒരു തലമുടിയാക്കി മാറ്റുന്നത് എന്തിനാണ് മുത്തുമിനിങ്ങളെ? അല്ലെങ്കിൽ കണ്ടാൽ തന്നെ ഒരു വെറുപ്പ് തോന്നൂലേ, ഒരു അറുപ്പ് തോന്നൂലേ, ഒരു മടുപ്പ് തോന്നൂലേ ആ കുട്ടികളുടെ തലയിലേക്ക് നോക്കിയാൽ തന്നെ? മുത്തുനബിതങ്ങളായ യതീമുകളായ മക്കളുടെ തലമുടി ഒരു ബാർബർ ഷാപ്പുകാരനെ കൊണ്ടുവന്ന് മുഴുവനും വടിപ്പിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഹബീബാ നബി തങ്ങൾക്ക് സന്തോഷം വന്നത്. അതുവരെ മുത്തുനബിൻ്റെ മുഖത്തൊരു ദേഷ്യം ഉണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾക്ക് അത്രക്ക് ദേഷ്യമാണ് ഖസഅ ചെയ്യുക, അപ്പാച്ചിയാക്കുക എന്നുള്ളത്. എത്ര ഫാഷനോടെ ജീവിച്ചാലും ഹബീബാ നബി തങ്ങളെ വിരോധിച്ചൊരു കാര്യമുണ്ട് സ്വഹാബ. നബി തങ്ങൾ വിരോധിച്ചിരിക്കുന്നു. അനിൽ ഖസഇ, ഖസഅ വിരോധിച്ചിട്ടുണ്ട്. ഖസഅ എന്ന് പറഞ്ഞാൽ മുടികൾ സൈഡ് ഭാഗം വരണ്ടിക്കളയുക, എന്നിട്ട് മൂർത്താവിൽ വെക്കുക. അതിനിക്കാണ് ഖസഅ എന്ന് പറയുന്നത്. നേരെ അർത്ഥം അപ്പാച്ചി എന്നാണ്. അപ്പാച്ചി അടിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിന് വലിയ ദേഷ്യമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് അങ്ങനെ ചെയ്യരുത് സ്വഹാബ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനാകുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഖസഅ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് മുഴുവനും വടിക്കുക, എന്നിട്ട് മൂർത്താവിൽ ഇങ്ങനെ വെക്കുക. അങ്ങനത്തെ രീതി ഹബീബാ നബി തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയ മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുഞ്ഞു പൈത മക്കളില്ലേ, 2 വയസ്സായ കുഞ്ഞുമക്കള്, ആ മക്കൾക്കൊരു തെറ്റില്ല. കാരണം അവർ മുക്കല്ലഫീങ്ങളല്ല, അവർക്ക് തെറ്റില്ല. ആരാണോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവർക്കാണ് നിന്റെ ശിക്ഷ അല്ലാഹു കൊടുക്കുക. ചെറിയ കുഞ്ഞു പൈത മക്കള് ഇങ്ങളത് അങ്ങോട്ട് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ മുത്തുനബി തങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരെന്നെ, ഉസ്താദെ ഈ കുട്ടിക്ക് എന്തോ ഒരു തുച്ഛീലുണ്ട്, എന്തോ ഒരു പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ ഹബീബാ നബി തങ്ങളത് വിരോധിച്ചിട്ടുണ്ട്. നഹാ റസൂലുള്ളാഹി അനിൽ ഖസഇ. മറ്റൊരു ഹദീസും കൂടെ കേട്ടോളൂ. ഇബ്നു ഉമർ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെയാണ്. റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാ നബി തങ്ങൾ കണ്ടു സബിയ, ഒരു കുട്ടിയെ കണ്ടു. ഏത് നിലക്കെന്നറിയോ? ഖദ്ഹുലിക ബഅദു ശഅരി റഅസിഹി. ആ കുഞ്ഞുവാവയുടെ തലയുടെ അടിഭാഗത്ത് ഇങ്ങനെ വടിച്ചിട്ടുണ്ട്. വതുരിക ബഅലുഹു. ആ കുഞ്ഞുവാവയുടെ തലയുടെ മേലെ ഭാഗത്ത് ഇങ്ങനെ മുടി വെച്ചിട്ടുണ്ട്. പെരടിയുടെ ഭാഗത്തും ചെവിയുടെ ഭാഗത്തും ഇങ്ങനെ നല്ലതുപോലെ വടിച്ചിട്ടുണ്ട്. മേലെ ഭാഗത്ത് മുടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഹബീബാ നബി തങ്ങൾ കാണുന്നത്. ആ കണ്ടത് കുട്ടിയെയാണ്, വലിയ വലിയ പോത്താമ്പി മനുഷ്യന്മാരെയല്ല, ചെറിയ കുഞ്ഞു പൈത മക്കളിൽ പെട്ടൊരു കുഞ്ഞിനെ ആ കാണുന്നത്. അത് കണ്ടപ്പോൾ നബി തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? ഫനഹാഹും അൻ ദാലിക. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനോട് വെറുപ്പ് കാണിച്ചിട്ടുണ്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങളൊരു പ്രഖ്യാപനം നടത്തി. വഖാല, നബി തങ്ങൾ പറയുകയാണ്, സ്വഹാബാ നിങ്ങൾ ആ മുടി മുഴുവനും വടിച്ചു കളയണം. ആരായി? കുഞ്ഞന്റെ രക്ഷിതാവ്. ആ കുഞ്ഞന്റെ രക്ഷിതാവ് ഈ മുടി മുഴുവനും മുറിച്ചു കളയണം. ഇല്ലെങ്കിൽ നിങ്ങൾ വടിക്കേണ്ടതില്ല, തീരെ വടിക്കണ്ട, മുടി മുഴുവനും ഇങ്ങനെ ഒഴിവാക്കിട്ടാളാ എന്ന് പറഞ്ഞ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നീട്ടിക്കോളൂ. നിങ്ങളതിനെ വടിച്ചു കളയരുത്, പകുതി ഭാഗം വടിക്കരുത് എന്ന് ഹബീബാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുത്തുനബി പറഞ്ഞത് അബൂദാവൂദ് ധരിച്ചിട്ടുണ്ട്. പോരാ, ബുഖാരിയിലും ഉണ്ട്. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, തള്ളാൻ പറ്റൂല. നബി പറഞ്ഞു, ആ കുഞ്ഞന്റെ വാപ്പാനെ വിളിച്ചിട്ട്, വാപ്പ അവിടെ വാ, അങ്ങോട്ട് വരി, ഒന്നിരിക്കൽ ഈ കുട്ടിയുടെ മുടി മുഴുവനും വടിച്ചു കളയുക. നിങ്ങൾക്ക് വടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുഴുവനും വടിച്ചു കളയുക. പകുതി വടിച്ച് പകുതി മുടി അവിടെ നിർത്തരുത്. ഇനി വടിക്കണില്ലെങ്കിലോ വടിക്കണ്ട, അതങ്ങനെ വളർന്നോട്ടെ, അവിടെ നിന്നോട്ടെ. നമ്മളെ ഫിറോസിന്റെ ഒക്കെ മുടി വളരുന്ന മാതിരി അങ്ങനെ വളർന്നോട്ടെ, അങ്ങനെ നിന്നോട്ടെ. പകുതി വടിച്ച് പകുതി അവിടെ നിൽക്കുന്ന രീതിയിൽ വെക്കരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ ഇതിനാണ് ഞാൻ ഈ കുട്ടികളെ ഹദീസ് തന്നെ പറയാണ്ടായ കാരണം. ചില കുട്ടികളല്ലേ വലിയരെ, കുട്ടികളെല്ലാം വലിയരെ, കുട്ടികളാണ്. അപ്പോൾ കുട്ടികളത് പറഞ്ഞിട്ടില്ലേ, കുട്ടികളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പാരെ വിളിച്ചിട്ട് ചീത്തറിന്. ആ മൊയിലിയാർ അങ്ങനെ ഒന്നും പറയാൻ, കുട്ടികളല്ലേ, ആ കുട്ടികളാണ് പിന്നെ വലുതാകുക. കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലെ അങ്ങനെ കസ എന്ന് പറഞ്ഞാൽ എന്താണ്? കസ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വടിക്കുക, എന്നിട്ട് ഇവിടെയൊക്കെ വടിച്ചിട്ട് ഇവിടെ ഈ മുട മാത്രം ഇങ്ങനെ മുടിങ്ങ നീട്ടിക്കുക. ഇങ്ങനെയാണ് കസ എന്ന് പറയാം. മുത്തുനബി തങ്ങൾക്ക് തീരെ കണ്ടൂടാ. ഹബീബാ നബി തങ്ങൾ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഹബീബാസ് ഒന്നിരിക്കൽ മുടി എന്താക്കുക, മൊത്തം വടിക്കുക, അല്ലെങ്കിൽ മൊത്തം നീട്ടുക. മൊത്തം നീട്ടിക്കോ, ഇവിടെ മുതൽ മുടി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വരെ നീട്ടിക്കോ. എന്ത് രസം ഉണ്ടാവും അങ്ങനെയൊക്കെ നീട്ടിയിട്ടുണ്ടെങ്കിൽ, ഭംഗി ഉണ്ടാവും. മുടി ഉണ്ടെങ്കിൽ വാർന്നൊക്കെ വെക്കണം, വേറെ കഥ ഇൻഷാ അല്ലാഹ് ഒക്കെ പറയാം. അല്ലാഹുവിന് ഖൈർ നൽകണേ അല്ലാ. ആ കുട്ടികളല്ലേ എന്ന് പറയുന്ന ആൾക്കാരെ ഇത് കേട്ടോളൂ. രണ്ടാമത്തെ ഹദീസും ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് കേട്ടോളൂ. ബുഖാരി ഇമാമും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് കേട്ടോളൂ. വൻ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുമാ, മഹാനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഹലാല ജഅഫർ റളിയല്ലാഹു അൻഹു സലാസ, മഹാനാകുന്ന ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബങ്ങളെ, ജഅഫർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ മഹാനാകുന്ന ജഅഫർ തങ്ങളുടെ കുടുംബങ്ങളടാ, ജഅഫർ തങ്ങളുടെ കാര്യം ആലോചിച്ച് 3 ദിവസം ദുഃഖിതരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ 3-ാമത്തെ ദിവസത്തില് സുമ്മാതാകും ഹബീബാ നബി തങ്ങൾ അവരുടെ അരികിലേക്ക് ചൊല്ലുകയാണ്. എന്നിട്ട് ഫഖാല നബി തങ്ങൾ പറയുന്നു, ലാ തബ്കൂ അലാ അഖീ ബഅദൽ യൗം, ഇന്നു മുതൽ എൻ്റെ സ്നേഹിതനായ ജഅഫറിന്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടരുത് കുടുംബങ്ങളെ. എന്നിട്ട് സുമ്മഖാല, പിന്നെ നബി തങ്ങളതാ പറയുകയാണ്, ഉദ്ഉ ലീ ബനി അഖീ, എൻ്റെ കൂട്ടുകാരനായ ജഅഫറിന്റെ മക്കൾ എവിടെ? ജഅഫറിന് കുഞ്ഞു പൈതം മക്കളുണ്ടല്ലോ, ആ ജഅഫറിന്റെ കുഞ്ഞു മക്കൾ എവിടെ? യതീമുകളായ മക്കള്, അവരൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരൂ. അങ്ങനെ ഫജിഅ ബിനാ കഅന്നാ അഫ്റുഖുൻ, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അങ്ങനെ ഞങ്ങളൊക്കെ വിളിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബാ നബി തങ്ങളതാ ആ കുഞ്ഞു പൈതം മക്കളെ വിളിച്ചു വരുത്തുകയാണ്. മഹാനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ തങ്ങളാണല്ലേ ഹദീസ് ഉദ്ധരിക്കുന്നത്. അതായത് മരിച്ചുപോയ ജഅഫറിന്റെ മകനായ അബ്ദുല്ലാഹ് തങ്ങളാണ് ഈ ഹദീസ് പറയുന്നത്. മഹാനാകുന്ന ജഅഫർ എന്ന
പിതാവിന്റെ മകനായ അബ്ദുള്ള തങ്ങൾ പറയുന്നു, മഹാനാകുന്ന അബ്ദുള്ള തങ്ങൾ പറയാണ്, വാപ്പാന്റെ മക്കളെ ഞങ്ങളെ വിളിച്ചപ്പോ ഞങ്ങളെല്ലാവരും മുത്തുനബി തങ്ങളുടെ അരികിലേക്ക് ഇങ്ങനെ പോകുന്നത് ഈ പക്ഷിക്കുട്ടികളുടെ രീതിയിലാണ് എന്ന് പറഞ്ഞ ഈ തലയിൽ തൊപ്പിവെച്ച പക്ഷിക്കുട്ടികളുണ്ടല്ലോ, അഫ്ഗുറായ പക്ഷിക്കുട്ടികള്, ഐറ്റിങ്ങളമായി ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ചെന്നു എന്ന് പറഞ്ഞ പെരടിയുടെ ഈ ഭാഗത്തിലും ചെവിയുടെ ഭാഗത്തിലും മുടിയെടുത്ത് കളഞ്ഞ് തലയുടെ ഈ ഭാഗത്തിൽ മാത്രം മുടി ഇങ്ങനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഹബീബാ നബി തങ്ങളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്തിൽ സുബ്ഹാനല്ലാഹ് മുത്തുനബി തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഹബീബാ നബി തങ്ങൾ പറയുന്നത്, ഉദ്ഊലി അൽ ഹല്ലാഖ്, സഹാബ ബാർബർ ഷാപ്പുകാരനെ വിളിച്ചു കൊണ്ടുവരൂ സഹാബ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാർബർ ഷാപ്പുകാരനെ വിളിച്ചു വരൂ, ബാർബർ ഷാപ്പുകാരനെ വിളിച്ചു വരൂ. അങ്ങനെ സ്വഹാബത്ത് ബാർബർ ഷാപ്പുകാരനെ വിളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ബാർബർ ഷാപ്പുകാരൻ വന്നു. അങ്ങനെ ബാർബർ വന്ന സമയത്തില് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് കൽപ്പിച്ചു, ഞങ്ങളുടെ എല്ലാവരുടെ തലമുടികളും മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഹബീബാ നബി തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട്, ആ ബാർബറുകാരന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ തലയിലുള്ള മുടികൾ മുഴുവനും വടിച്ചു കളയാൻ വേണ്ടി ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് മുത്തുനബി തങ്ങളുടെ മുഖത്ത് ചിരി വന്നത്. അതിന്റെ മുമ്പ് നബി തങ്ങളുടെ മുഖത്ത് ഞങ്ങൾ ചിരി കണ്ടിട്ടില്ല. മുത്തുനബി തങ്ങൾ ഇങ്ങനെ കോപിച്ചു നിൽക്കുകയായിരുന്നു എന്ന മഹാനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുട്ടികളല്ലേ എന്ന് വിചാരിക്കണല്ലോ. അത് കേട്ടോളേ, അത് കുട്ടികളല്ലേ. എന്താ അബ്ദുള്ളക്ക് അങ്ങനെ തുറച്ചു നോക്കണു നിങ്ങള്? നിങ്ങളങ്ങനെ വെട്ടിക്കൊണ്ടുവന്നാ മനസ്സിലായിട്ടില്ലേ? കസഅ പാടില്ല, അത് കുട്ടികളാണെങ്കിലും പാടില്ല, കുട്ടികളാണെങ്കിലും പാടില്ല. നിങ്ങൾ എന്ത് ചെയ്തോളൂ, പകുതി വടിച്ചു കളയണ്ട, മുഴുവനോട് വടിച്ചു കളഞ്ഞാളി. ഇനി മുഴുവനും വടിച്ചു കളഞ്ഞിട്ടില്ലെങ്കിലോ നിങ്ങളടുത്ത് മുടിയോട് വെച്ചാളി. ആ കുട്ടികളെ മുടിയോട് വളർന്നോട്ടെ. എന്ത് രസമുണ്ടാവും കുട്ടികളൊക്കെ മുടി വളർന്നാലെന്നറിയാം. എന്ത് ഭംഗിയുണ്ടാവും. വളർന്നോട്ടെ, ചെവിക്കുഞ്ഞ് ഇവിടം വരെ ഇങ്ങനെ വളർന്നോട്ടെ. നല്ല രസമുണ്ടാവുമല്ലോ കുട്ടികൾക്ക് മുടി വളർന്നാൽ. അവിടെ വളർന്നോട്ടെ. കുട്ടികളെ മുടി മൊട്ടടിപ്പിച്ച് തന്നെ നടക്കണമെന്ന് എവിടെയില്ല. മൊട്ടടിക്കൽ പ്രത്യേക സുന്നത്തും ഇല്ല. ഞാൻ കേട്ടോളി, ചില ആളുകൾ ഇങ്ങനെ ഒരു വിചാരമുണ്ട്, മൊട്ടടിക്കൽ ഒരു പ്രത്യേക കൂലിയുള്ള സംഗതി. പ്രത്യേക കൂലിയൊന്നുമില്ല. മൊട്ടടിക്കണേ അതിന് വളർന്നോട്ടെ, നല്ല രസം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ മുടി ഇങ്ങനെ ഇറ്റുങ്ങളെ മുടി ഇങ്ങനെ വളർന്ന് ഇവിടം വരെ വളർന്ന് എന്ത് മട്ട ഉണ്ടാവും കുട്ടികളുടെ മുടി വളർന്നാൽ. നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹ്ക്കും റസൂലുള്ളാഹിക്കും ഇഷ്ടമില്ലാത്ത ഒരു തലമുടിയാക്കി മാറ്റുന്നത് എന്തിനാണ് മുത്തുമിനീങ്ങളെ? അല്ലെങ്കിൽ കണ്ടാൽ തന്നെ ഒരു വെറുപ്പ് തോന്നൂലേ, ഒരു അറുപ്പ് തോന്നൂലേ, ഒരു മടുപ്പ് തോന്നൂലേ ആ കുട്ടികളുടെ തലയിലേക്ക് നോക്കിയാൽ തന്നെ? മുത്തുനബിതങ്ങളായ യതീമുകളായ മക്കളുടെ തലമുടി ഒരു ബാർബർ ഷാപ്പുകാരനെ കൊണ്ടുവന്ന് മുഴുവനും വടിപ്പിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഹബീബാ നബി തങ്ങൾക്ക് സന്തോഷം വന്നത്. അതുവരെ മുത്തുനബിൻ്റെ മുഖത്തൊരു ദേഷ്യം ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾക്ക് അത്രക്ക് ദേഷ്യമാണ് ഖസഅ ചെയ്യുക, അപ്പാച്ചിയാക്കുക എന്നുള്ളത്.